എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? An operating system is a software program required to manage and operate computing devices like smartphone, tablet, computers, supercomputers, web servers, etc. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു കമ്പ്യൂട്ടിംഗ് ഡിവൈസും വർക്ക് ചെയ്യാൻ വേണ്ട മിനിമം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിലുണ്ട്, കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിലുണ്ട്. ഇനി ഇങ്ങനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നമ്മളിതിനെല്ലാം കോഡ് എഴുതേണ്ടി വന്നേനെ. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ലെയറാണ് അതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച കാലം തൊട്ടേ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും എന്നില്ല. അതായത് ഇപ്പോൾ നോർമലി നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കമാൻഡ് കൊടുക്കുന്നത് ബൈ ക്ലിക്കിങ് എ ബട്ടൺ അല്ലെങ്കിൽ ഒരു മെനു ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വലിച്ച് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തൊക്കെയാണ്. ഇനി അതെല്ലാം ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോണിലും നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ് ഉണ്ട്. നിങ്ങളൊരു ഐക്കൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ പ്രസ് ചെയ്യുക, ലോങ് പ്രസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമാൻഡ്സ് കൊടുക്കുന്നത്. ഇപ്പം നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇത് കൂടാതെ ആദ്യകാലങ്ങളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്ന് കമാൻഡ്സാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓരോ ആവശ്യത്തിനും ഓരോ കമാൻഡ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോറോവർ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ദ സോഫ്റ്റ്വെയർ സൈഡ് ഓഫ് എ കമ്പ്യൂട്ടർ, എ കൺട്രോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സോഫ്റ്റ്വെയർ പാർട്ടിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ റണ്ണ് ചെയ്യാനും അതിൻ്റെ റണ്ണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതും ആ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമുക്ക് റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ നോർമലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് യൂസേഴ്സ് ഉണ്ട്, യൂസർ 1, യൂസർ 2, യൂസർ 3 യൂസേഴ്സ് ഉണ്ട്. ദെൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും അതുപോലെ യൂസേഴ്സിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ട സിസ്റ്റം സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതിൽ ബേസിക്കായിട്ട് വേണ്ട ഓപ്പറേഷൻസ് എല്ലാം തന്നെ ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും സിസ്റ്റം സോഫ്റ്റ്വെയറിനും ചെയ്തു കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരു യൂസർ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഹാർഡ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ലെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, മൗസ് മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ അതിനു വേണ്ടി അതിൽ പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ട കമാൻഡുകൾ കൊടുക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയർ ആയിട്ടുള്ള ഇൻ്റർഫേസിങ് സാധ്യമാക്കുന്നു. ഒരു CPU എങ്ങനെ വർക്ക് ചെയ്യണം, റാമിൽ നിന്ന് ഡാറ്റ എപ്പോൾ എടുക്കണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം, ഇപ്പോൾ ഒരു മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ഒരു കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ഇതെല്ലാം ഒരു പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പം നോർമലി നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ അല്ലെങ്കിൽ ഒരു ഫോണോ ടാബ്ലറ്റോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നോർമലി അതിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മൗസ് ഉപയോഗിച്ചോ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചോ നമ്മൾ ഒരു ബട്ടൺ, ഐക്കൺസ്, മെന്യൂസ്, ഈ രീതിയിലാണ് നമ്മൾ കമാൻഡുകൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ക്രീനാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറേ ഐക്കൺസ് കാണാം, ഒരു ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് എന്ന് നമ്മൾ പറയുന്ന പേരാണ് മെനു. ഇവിടെ ഒരു കുറേ ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. ഈ മെനു ഉപയോഗിച്ച് സ്റ്റാർട്ട് മെനു എന്ന് പറയാം. ഈ മെനു ഉപയോഗിച്ച് നമുക്ക് ചില കമാൻഡുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. സെറ്റിങ്സുകൾ നമ്മൾ ഈ രീതിയിൽ മൗസ് ക്ലിക്കിലും അതുപോലെ ഡബിൾ ക്ലിക്കിലും ഒക്കെയാണ്
നടക്കുന്നത്. ഈ രീതിയിലുള്ളതിനെയാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അതേസമയം ഒരു കമാൻഡ് യൂസർ ഇൻ്റർഫേസ് ആണെങ്കിൽ നമുക്ക് സാധാരണ ലഭിക്കുന്നത് ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒന്നാണ്. അതുകൂടാതെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കമാൻഡ്സ് കൊടുക്കുന്നത് ടെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പം അത് എവിടെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കഴ്സർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കഴ്സർ, അതുപോലെ പ്രോംപ്റ്റിൽ കഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ കമാൻഡ്സ് കൊടുക്കുന്നത്. ആ രീതിയിലാണ് ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമാൻഡ്സ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്? മെമ്മറി മാനേജ്മെൻറ്റ്, അതായത് കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോറേജ് ഓപ്പറേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഡിസ്കിൽ സ്റ്റോർ ചെയ്യണം, എപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം റാമിലോട്ട് എപ്പോൾ കൊണ്ടുവരണം, ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ ടാസ്കുകളായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ്സർ. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പ്രോസസ്സർ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് സമയമായിട്ട് ഐഡിയലായിട്ടിരിക്കുകയാണെങ്കിൽ ഏതൊക്കെയുണ്ട്, ഇങ്ങനത്തെ ഓരോ പ്രോസസ്സിൻ്റെയും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. അതുപോലെ കമ്പ്യൂട്ടറിൽ ഓരോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഡിവൈസും, ഈവൻ ടച്ച് സ്ക്രീൻ എങ്ങനെ വർക്ക് ചെയ്യണം, മൗസ് എങ്ങനെ വർക്ക് ചെയ്യണം, കീബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണം, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കമാൻഡുകൾ അല്ലെങ്കിൽ അതിന് വേണ്ട സോഫ്റ്റ്വെയർ പാർട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫയലായിട്ടാണ്. ഒരു ഡിസ്കിലോ ടേപ്പിലോ ഒരു ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റിലെ ഒരു സ്റ്റോറേജ് സ്ഥലത്തായിരിക്കാം, ക്ലൗഡ് പോലത്തെ സ്റ്റോറേജ് സ്പേസിലായിരിക്കാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ എന്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഫയലിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഫയലിന് നെയിം കൊടുക്കുക, ഫയൽ ഡിലീറ്റ് ചെയ്യുക, ഈ രീതിയിലുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് ഫയൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അതുപോലെ സെക്യൂരിറ്റി, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വേണ്ട സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ നിയന്ത്രിക്കുന്ന വേണ്ട എല്ലാ ആവശ്യത്തിനുള്ള ആക്ഷൻസ് എടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ നമുക്ക് ഏതൊക്കെ ജോബുകൾ ഇപ്പോൾ കറൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എത്ര മെമ്മറി എടുക്കുന്നുണ്ട്, ഈ രീതിയിലുള്ള ജോബ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ സം എറർ ഡിറ്റക്ഷൻ എയ്ഡ്സ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ടായിരിക്കും. അപ്പോൾ നോർമലി ഒരു സോഫ്റ്റ്വെയറും ഒരു കമ്പ്യൂട്ടർ യൂസറും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നടത്തുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ആ യൂസർ ഇൻ്റർഫേസിൻ്റെ സഹായത്തോടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു ഔട്ട്പുട്ടിംഗ് ഡിവൈസിൽ ഔട്ട്പുട്ട് കാണുന്നു. ഈ രീതിയിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ഒരു മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ക്രീനാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ നമുക്ക് മാക് എന്നുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കാണുന്നത് മാക് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, വിൻഡോസ് ആണെങ്കിൽ നമുക്കൊരു കമ്പനി മാത്രമാണ് ഒരു വിൻഡോസ് ഇറക്കുന്നത്, പല വേർഷനിലായിട്ട് പല സമയത്തായിട്ട് ഇറക്കുന്നു. അതേസമയം മാക് ആയാലും ഒരു പർട്ടിക്കുലർ കമ്പനിയാണ് അതിൻ്റെ കോഡ് എല്ലാം നിയന്ത്രിക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും. അതേസമയം ലിനക്സ് ഈസ് എൻ സോഫ്റ്റ്വെയർ വിച്ച് ആർ ഡെവലപ്ഡ് ബൈ എ നമ്പർ ഓഫ് കമ്പനീസ്, അല്ലെങ്കിൽ നമ്മളതിനെ പറയാം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ഉബുണ്ടു. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, എന്താണ് കമാൻഡ് യൂസർ ഇൻ്റർഫേസ്, ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ എന്താണ് എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ്, അതുപോലെ മാക് OS, അതുപോലെ ഇവിടെ ഫോണുകളിലെ
ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പർട്ടിക്കുലർ ഡിവൈസ്, കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആയിട്ടുള്ള മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ.